ചെയ്യണമെന്നില്ല. എടാ ഞാൻ വളരെ ഇൻവോൾവ് ആയി. ഞാൻ ആക്ച്വലി ആ കസേരയിലായിരിക്കുന്നേ. പറ നീ. ഞാനൊരു ഇതില് അങ്ങ് പറഞ്ഞു അല്ല മാലിക് പോയതല്ലേ. നിനക്ക് ഡാർക്ക് ആയിരുന്നെന്ന് പറഞ്ഞില്ല, അതുകൊണ്ട് ചോദിച്ചതാ ഞാന്. മാലിക്കില് എന്താണ് ഞാൻ പഠിച്ചത്? മാലിക്കില് വാട്ട് എന്നെ മഹേഷ് ഇങ്ങോട്ട് ഇൻസ്പയർ ചെയ്ത സാധനം ഇസ് ദ വിഷ്വൽ ഓഫ് ദാറ്റ് സോങ് വിച്ച് ഐ നെവർ എക്സ്പെക്റ്റഡ്. അങ്ങനെ ഒരു വിഷ്വലാണ് വരാൻ പോകുന്നത്. ഇപ്പൊ തീരമേ തീരമേല് മഹേഷ് ആ പാട്ടിനെ എങ്ങനെയാണ് കണ്ടതെന്നുള്ളൊരു സാധനം, ലൈക്ക് ഹൗ ഐ മേഡ് ഹിം ലിസൺ. ഇത് ഇപ്പം ഇതൊന്ന് കേട്ട് നോക്ക്, ഒരു സാധനം വന്നിട്ടുണ്ട് എന്താണെന്ന് അറിയില്ല, ഒന്ന് കേട്ട് നോക്ക് എന്നൊക്കെ പറയുമ്പോൾ പുള്ളി സാധനം ഫുള്ള് ഇങ്ങനെ ഇരുന്ന് കേട്ട് ഇത് മച്ചന് ഹിറ്റാണ് 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 ഓക്കെയാണ് ഓക്കെയാണ് എനിക്ക് ഓക്കെയാണ്. തീരമേലെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ തുടക്കമാണ്. Yeah, so he gave me that idea. Like, പുള്ളി വന്ന് നമുക്ക് ലക്ഷദ്വീപിൽ ഇങ്ങനത്തെ ഈ കല്യാണത്തിന് മുമ്പ് പാടുന്ന ഒരു ടൈപ്പ് സാധനമുണ്ട്. പുള്ളി ഇതിൻ്റെ ആളാണല്ലോ, മറ്റേ റിസർച്ച് ആയിട്ടൊരു പെൻഡ്രൈവ് ആയിട്ട് വന്നിട്ടുണ്ട് കുറച്ച് സാധനം. അപ്പം അതിൻ്റെ അകത്ത് പുള്ളി ഒരു റൂമിൻ്റെ അകത്ത് ആൾക്കാർ ഇങ്ങനെ ഈ സാധനം കേട്ട് ലൈക്ക് ഓക്കെ ദിസ് ഇസ് എ നൈസ് വേ ടു സ്റ്റാർട്ട് എ സോങ്. ലൈക്ക് അപ്പം ഐ ടുക്ക് ദ സെയിം ഐഡിയ. എന്നിട്ട് നമ്മൾ അൻവർ അലീൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഇങ്ങനെ നമുക്ക് ഇതെങ്ങനെയാണ് ഇതിൻ്റെ നമുക്ക് റിയൽ ടെക്സ്റ്റ് കണ്ടുപിടിക്കാൻ പറ്റും. സോ വി കോൾ സമ്മൺ ഇൻ ലക്ഷദ്വീപ്. ഹി ഹെൽപ്ഡ് us ടു ഫൈൻഡ് ദ റിയൽ ലിറിക്, എന്താണ് അവർ പാടുന്നത് എന്നുള്ള സാധനം അവർ അൻവർ അലിയായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ആ സാധനം നമുക്ക് കിട്ടി. പിന്നെ നമ്മൾ അതന്നെ വെച്ച് അങ്ങനെയാണ് ദാറ്റ്സ് ഹൗ ഐ ഗോട്ട്